നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ ഒക്കെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നലെ മാത്രം ഇടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്താണെങ്കിലും ഇന്ന് മുതൽ മറക്കാതെ അപ്ലോഡ് ചെയ്യാട്ടോ. അങ്ങനെ നമ്മൾ കാണുന്നത് നിധിയെ കാണാതെ വന്നു കഴിഞ്ഞപ്പോ വീട്ടിലെല്ലാവരും വല്ലാതെ പരിഭ്രാന്തരായി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഈ സമയത്ത് അരുൺ ഭയങ്കര ടെൻഷനോട് കൂടിയിട്ട് അവിടെയെല്ലാം ഓടി നടന്ന് അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് സാന്ദ്രയ്ക്ക് ആ കത്ത് കിട്ടുന്നത്. സാന്ദ്ര നോക്കിക്കഴിഞ്ഞപ്പോൾ നിധി എഴുതിയേക്കുന്ന കത്ത്, താൻ ഈ വീട് വിട്ടു പോവാ, തനിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കണ്ടപ്പോൾ സാന്ദ്രയ്ക്ക് ഭയങ്കര ടെൻഷനായി. ആ സമയത്ത് അരുൺ അങ്ങോട്ടേക്ക് ഓടി വന്നു. എന്താ സാന്ദ്ര എന്ന് ചോദിക്കുക. ഇതേ നിധി എഴുതിയേക്കുന്ന കത്തെന്ന് പറയണം. അപ്പോഴേക്കാണ് ഹേമയും രാജീവിനൊക്കെ വരുന്നത്. അവരെല്ലാം വല്ലാതെ ടെൻഷനായിപ്പോയി. ഹേമ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ്. സാന്ദ്ര സമാധാനിപ്പിക്കുന്നുണ്ട്. അരുൺ ആ കത്ത് വായിച്ചിട്ട് നേരെ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു, രാജീവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. രാജീവിന് ആ കത്ത് വായിച്ചു. എൻ്റെ ഭഗവാനെ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലോ. അരുൺ പറഞ്ഞു, അച്ഛൻ ഒന്ന് സമാധാനിക്കുക, നമുക്ക് നോക്കാമെന്ന് പറയണം. എന്നാലും അവളിത് എങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ഒരു കാര്യം ചെയ്യാം, CCTV ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയായിരിക്കും. അരുണെ, നീ ഒരു കാര്യം ചെയ്യുക, പോയി CCTV ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അരുൺ അങ്ങനെ CCTV ഇരിക്കുന്ന മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ, CCTVയുടെ സ്വിച്ചൊക്കെ ഓഫ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അത് കണ്ടപ്പോൾ രാജീവ് പറഞ്ഞു, അവളെല്ലാം നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നേ. അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഒരു കാരണവശാലും അവൾ പിടിക്കപ്പെടില്ല. അപ്പോൾ അവൾ ബുദ്ധി പ്രയോഗിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഹേമ പറഞ്ഞു, എന്നാലും എൻ്റെ മോൾക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നി, എനിക്ക് സഹിക്കുന്നില്ല എൻ്റെ ഭഗവാനെ. എൻ്റെ മോൾക്ക് ഒരു ആപത്തും വരില്ലേ, അവൾക്ക് തിരിച്ചു വരാൻ തോന്നണേ എന്നൊക്കെ നിലവിളിച്ചുകൊണ്ട് ഹേമ അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു നിധിക്ക്. നിധി സുധീഷിൻ്റെ ഒപ്പം പോയിക്കൊണ്ടിരിക്കുക. സുധീഷ് പറഞ്ഞു, ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല, എന്നാലും എനിക്ക് വീട്ടുകാരെക്കുറിച്ച് ഓർത്ത് സങ്കടം വരുന്നുണ്ട്. കാരണം അവരോർത്ത് കാണും ഞാൻ ആരുടെയും കൂടി ഒളിച്ചോടിയതായിരിക്കുന്നു. സത്യത്തിൽ അതല്ലല്ലോ. എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല. ഞാൻ എത്ര വട്ടം പറഞ്ഞു എൻ്റെ അച്ഛനോടും അമ്മയോടൊക്കെ ഈ കല്യാണം വേണ്ട വേണ്ടാന്ന്. പക്ഷെ അവരത് അംഗീകരിച്ചില്ല. അവർക്ക് ഈ വിവാഹം നടത്തിയാൽ മതിയാവുള്ളൂ. ഞാൻ ഇല്ലെന്നറിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവർക്കൊക്കെ ഭയങ്കര സങ്കടമാവും. അവർക്ക് സഹിക്കാൻ പറ്റില്ല. അല്ലെങ്കിലും എൻ്റെ അച്ഛൻ കുഞ്ഞുനാളിലെ മുതലേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വാങ്ങിച്ചു തരുമായിരുന്നു. ചെറുപ്പത്തിൽ എനിക്ക് സൈക്കിൾ വേണമെന്ന് പറഞ്ഞു, സൈക്കിൾ വാങ്ങിത്തന്നു. അന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുമായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് ആലോചിച്ച ചെറുപ്പക്കാരൻ മാത്രം, ആ ചെറുക്കൻ മാത്രം, മാത്രം ശരിയല്ലാതെ പോയി. അവിടെ മാത്രം എൻ്റെ അച്ഛൻ തോറ്റുപോയത്. പക്ഷെ എനിക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. എനിക്കതൊക്കെ ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. സുധീഷ് പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. പക്ഷെ നിധി വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ല. നിധി വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൻ്റെ കുടുംബത്തെക്കുറിച്ച്. നിധിക്ക് ഭയങ്കര വിഷമമുണ്ട് ഇങ്ങനൊരു തീരുമാനം എടുത്തേല്. പക്ഷേ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ താൻ കരയേണ്ടി വരും. അതിനേക്കാളും ഭേദം ഇപ്പോൾ കുറച്ച് സമയം കരയുന്നല്ലേ. താൻ തെറ്റൊന്നും ചെയ്യുന്നില്ല. ഇപ്പം കല്യാണം തൽക്കാലത്തേക്ക് മാറ്റി വെക്കാൻ വേണ്ടി മാത്രം ആ ചെറുക്കനെ വേണ്ട. അതുകൊണ്ടാണ് നിധി ഇങ്ങനെ പരിപാടി ചെയ്തത്. അല്ലാതെ ഒരു ചെറുക്കനെ കണ്ടിഷ്ടപ്പെട്ട് പ്രേമിച്ച് അവൻ്റെ കൂടെ ഒളിച്ചോടുകയൊന്നും അല്ല ചെയ്തേ. നിധിക്കൊരു അംബീഷനുണ്ട്. എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങണം, നല്ല രീതിയിൽ ജീവിക്കണം. അതിനൊക്കെ ശേഷം മതി കല്യാണം. അതും നല്ലൊരു ചെറുപ്പക്കാരനുമായിട്ട്. ഇവനെ പോലെ സൈക്കോ ആയിട്ടുള്ള ഒരുത്തനെ കൊണ്ട് അച്ഛനും വീട്ടുകാരൊക്കെ കല്യാണം കഴിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നിധിക്ക് അംഗീകരിച്ചു കൊടുക്കാനും പറ്റുന്ന കാര്യമായിരുന്നില്ല. നിധിയുടെ വിഷമം കണ്ടപ്പോൾ സുധീഷിന് സങ്കടമായി. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ സമയത്ത് അരുൺ എന്ത് ചെയ്തു, സുധീഷ് കിടന്നത് ആ മുറിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ സുധീഷിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അവിടെ മുറി ഉണ്ടായിരുന്നു ഡ്രൈവർക്ക് കിടക്കാനായിട്ട്. അങ്ങനെ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ സുധീഷിനെ കാണുന്നില്ല. സുധീഷിൻ്റെ ബാഗും ഇല്ല. ഇവരിത് എവിടെ പോയി? പിന്നീട് നേരെ രാജീവിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ രാജീവിന് ഓരോ സ്ഥലത്തൊക്കെ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുക, നിധി അങ്ങോട്ടേക്ക് വന്നോ ഇല്ലെന്നൊക്കെ. അവർക്ക് ആർക്കും അറിയത്തില്ല. അപ്പോഴേക്കും അരുൺ വന്നിട്ട് പറഞ്ഞു, അച്ഛാ അവൻ അവിടെ ഇല്ലയെന്ന് പറയണം. ആര്? ആ സുധീഷ് അവിടെ ഇല്ല, അവൻ്റെ ഭാഗവും ഇല്ല. അപ്പോഴേക്കും സാന്ദ്ര പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ചിലപ്പം ഇനി അവനോടൊപ്പം ആയിരിക്കുമോ പോയിട്ടുണ്ടായിരിക്കുന്നത്. അവനോടൊപ്പം അല്ല, നിധിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയത്തില്ലോ. ചിലപ്പം അവനോട് വണ്ടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു കാണും. അങ്ങനെ അവനായിരിക്കും ചിലപ്പം വണ്ടിയെ കയറ്റി അവളെ കൊണ്ടുപോയിട്ടുണ്ടായിരിക്കാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹേമ പറഞ്ഞു, ദൈവമേ അവൻ്റെ കൂടെയോ? ഇങ്ങനെ സംസാരിക്കണ സമയത്ത് സൂര്യ അരച്ചു കെട്ടി അങ്ങോട്ട് വരുന്നു. അങ്കിളെ എന്തിയെ, നിധി എന്തിയെന്നൊക്കെ ചോദിച്ചോണ്ട്. അത് പിന്നെ മോനെ, സത്യം പറ, നിങ്ങളല്ലേ പറഞ്ഞ നിധി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് എന്ന് അരുണിനോട് ചോദിച്ചു. എന്നിട്ട് അവൾ എന്തിയെ? ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വണ്ടിയുടെ ഹോണടി ശബ്ദം ഞാൻ കേട്ടായിരുന്നല്ലോ. അവൾ എതിലേ പോയി? എനിക്കറിയണമെന്ന് പറയണം. രാത്രിയിലാണ് അവളുടെ കറക്കം. എനിക്ക് അവളെ ഇപ്പം ഇവിടെ കാണണം. അവൻ്റെ ഉള്ളിലെ സൈക്കോ ഉണർന്നു. അവൻ സൈക്കോ മൈൻഡോട് കൂടിയിട്ടാണ് പിന്നെ പെരുമാറുന്ന മുഴുവനും. അപ്പോഴാണ് ഹേമയുടെ കയ്യിലെ കത്തിരിക്കുന്നുണ്ട് നിധി എഴുതുക. ഇതെന്താ ആൻറ്റീന്ന് ചോദിച്ചു. ഒന്നുമില്ല മോനെ, നിങ്ങൾ തരാനും പറഞ്ഞുകൊണ്ട് അതും കൂടെ മേടിച്ച് വായിച്ച് നോക്കുവാണ്. വായിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് എഴുതിയ ആ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ സൂര്യയുടെ സമനില തെറ്റി. ഓഹോ, അപ്പം ഇതാണല്ലേ.
അപ്പം അങ്ങനെ തന്നെ വരട്ടെ. അവള് ഈ കല്യാണത്തിൽ നിന്ന് ഒളിച്ചു കൊടുത്തതേ. പിന്നീട് രാജീവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അങ്കിളെ നാളെ നിശ്ചയമാണ് എൻ്റെ അവളുടെ. ആൾക്കാരുടെ മുന്നിൽ ഞാൻ നാണം കെടാനായിട്ട് പോവാ. അതൊരു കാരണവശാലും പാടില്ല. എനിക്ക് അവളെ വേണം. ഞാനും അവളും തമ്മിലുള്ള വിവാഹം നടക്കണം. അവളിനിയിപ്പോൾ എങ്ങനെ പോയാലും കുഴപ്പമില്ല. അവളെ വേണമെന്ന് ഒറ്റ ചിന്ത മാത്രം സൂര്യക്കുള്ളൂ. അങ്കിളിന് അവളെ കൊണ്ടുവരാൻ പറ്റുമോ? നീ പേടിക്കണ്ട മോനെ. അവൾ എവിടെയാണെങ്കിലും അവളെ കൊണ്ടുവരാം. അവളുടെ കഴുത്തിൽ ഞാൻ താലി ആർത്തിക്കോളാം എന്ന് സൂര്യ ഉറപ്പ് കൊടുക്കുകയാണ്. എവിടെയാണെങ്കിലും ശരി അവളെ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറയണം. അപ്പോഴേക്കും അരുണിനോട് രാജീവ് പറഞ്ഞു, എടാ മോനെ വണ്ടി എടുക്കടാന്ന് പറയണം. അവൾ എവിടെയുണ്ടെങ്കിലും അവളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോണ്ട് വരണമെന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി. സൂര്യ ആണെങ്കിൽ ആകെപ്പാടെ സമനില തെറ്റിയോ മറ്റും നിൽക്കുക. ഹേമയ്ക്കാണെ സങ്കടം. ഹേമ കരയണ സമയത്ത് സാന്ദ്ര ആശ്വസിപ്പിക്കുന്നുണ്ട്. സാരമില്ല അമ്മേ, ഉറപ്പായിട്ടും വരും. അവൾ അധിക ദൂരമൊന്നും പോകാൻ വഴിയില്ല. അവൾക്ക് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? അങ്ങനെയൊന്നും ഒരിക്കലും അവൾ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഇതൊന്നും അറിയത്തില്ലാതെ നിധിയെ സുധീഷും പോയിക്കൊണ്ടിരിക്കുക. അപ്പം നിധിയുടെ വിചാരം എന്താ? അച്ഛനും അമ്മയൊന്നും അറിഞ്ഞു കാണത്തില്ല. നേരം വെളുത്ത് കഴിയുമ്പോഴല്ലേ തന്നെ അന്വേഷിക്കുള്ളൂ എന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ അവർ അന്വേഷണം തുടങ്ങിയെന്നുള്ള കാര്യം അറിയത്തുണ്ടായിരുന്നില്ല. പിന്നീട് നിധി ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ ഭഗവാനെ നാളെ രാവിലെ ഇത് വീട്ടിലറിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനാവും. തിമ്മേ അച്ഛന് വല്ല അസുഖം ഉണ്ടാവുക, അമ്മയ്ക്ക് വല്ല അസുഖം ഉണ്ടാവുക, കാത്തോണ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, ഇത്ര ടെൻഷൻ ആവേണ്ട കാര്യം എന്താ? പിന്നെ ഞാൻ ടെൻഷൻ അടിക്കാതെ പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി നിങ്ങൾ ടെൻഷൻ അടിക്കുമെന്ന് ചോദിക്കാം. ഇതായിപ്പം നല്ല കാര്യമായത്. അതെ, എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ. ഇനിയിപ്പം അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. എന്നാലും എനിക്ക് നല്ല പേടിയുണ്ട്. പിന്നെ അവരിപ്പം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുമായിരിക്കും. ആണോ? അങ്ങനെ അവർക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? പിന്നല്ലാതെ അവർ സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ. അവർ സ്വപ്നമൊക്കെ കണ്ട് കിടന്നുറങ്ങട്ടെ. ഇത് കേട്ട് കഴിഞ്ഞപ്പം നിധി പറഞ്ഞു, അല്ല എനിക്ക് എന്നാലും ഒരു ഭയമുണ്ട്. അന്നാ ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പം തന്നെ ഇവിടെ ഇറക്കി വിടാം. പോയിട്ട് ആ സൂര്യയോടൊപ്പം പോയി ജീവിച്ചു, അതല്ലേ നല്ലത്. ആ സൈക്കോടൊപ്പം ജീവിക്കുന്ന നല്ലത്. അത് കേട്ട് കഴിഞ്ഞപ്പം നിധി പറഞ്ഞു, ദേ അങ്ങനെ ഇറക്കി വിടാനാണെങ്കിൽ പിന്നെ നേരത്തെ ഇറക്കി വിടാൻ മേലായിരുന്നോ? എന്നെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിച്ചു. അത് പിന്നെ ഒരു ജീവിതം രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. ഒടുവിൽ നിധി പറഞ്ഞു, ഓ ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ലെന്ന് പറയണം. ആ സമയം സുധീഷ് പറഞ്ഞു, മിണ്ടാതിരുന്നാ കൊള്ളാം. അല്ലെ കുറെ സമയം മനുഷ്യൻ സഹിക്കുന്നേ, എത്രയെന്ന് വെച്ചാൽ സഹിക്കുന്നേ. ഞാൻ അവിടെ നിന്നോട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ അവനെക്കുറിച്ചോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തെക്കുറിച്ച് ഇപ്പം തൽക്കാലത്തേക്ക് ചിന്തിക്കുക പോലും വേണ്ടെന്ന്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പം പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോവുക. അപ്പം അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് സുധീഷ് ദേഷ്യപ്പെടുന്ന സമയത്ത് നിധി പറഞ്ഞു, ഓ എൻ്റെ ദൈവമേ, ഞാനാണെങ്കിൽ ആ സൂര്യ എന്ന സൈക്കോ അവനെ ഭയന്നിട്ടാണ്, അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഒരു ജീവിതം ആഗ്രഹിക്കാതെ നിങ്ങളോടൊപ്പം ഇങ്ങോട്ടേക്ക് ഇറങ്ങി തിരിച്ച് എവിടെയെങ്കിലും ഏതൊരു ഹോസ്റ്റലാണെങ്കിലും പോയി സമാധാനത്തോടെ ജീവിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അതിനേക്കാളും വലിയൊരു സൈക്കോയുടെ കൂടെയാണല്ലോ ഞാൻ ഇറങ്ങി പുറപ്പെട്ടെ. അത് കേട്ടപ്പോൾ സുധീഷ് പെട്ടെന്ന് വണ്ടി ഒതുക്കി. എന്താ പറഞ്ഞേ? ഞാൻ സൈക്കോയാന്നോ? എൻ്റെ അവസ്ഥ എന്താന്ന് ഇപ്പം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഞാനേ നല്ല ടെൻഷനില്ല. നിന്നെപ്പോലൊരു പെണ്ണിനെ വിളിച്ചോണ്ടാ ഞാൻ ഇറങ്ങിയിരിക്കുന്നത്, അറിയാലോ. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും അത് എന്നെ ബാധിക്കുന്ന കാര്യമാണ്. നിന്റെ വീട്ടുകാരറിയും ഞാനും ആ വീട്ടിലില്ലെന്ന്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് എന്നെ വെറുതെ വിടുവോ? ഒരിക്കലുമില്ല. നിന്നെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ മിക്കവാറും എനിക്കിട്ടോടെ പണി കിട്ടും. അത് നീ എന്താ മനസ്സിലാക്കാത്തെ? എന്നിട്ട് എന്നെ സൈക്കോന്ന് വിളിക്കുന്നു. അയ്യോ സോറി, ഞാൻ പെട്ടെന്നുള്ള ആ ദേഷ്യത്തെ പറഞ്ഞു പോയതാ. ഇനി അങ്ങനെയൊന്നും പറയത്തില്ല. പറഞ്ഞില്ലേ നിനക്ക് കൊള്ളാം. അല്ലെങ്കിലുണ്ടല്ലോ ഞാൻ ഇപ്പം ഇവിടെ ഇറക്കി വിട്ടിട്ട് പോകുന്നൊക്കെ പറയണം. അപ്പോഴേക്കും നിധി പറഞ്ഞു, അതൊന്നും വേണ്ടാന്ന് പറയാം. അല്ല നമ്മളിനി തിരുവനന്തപുരത്തെത്താൻ എത്ര സമയം വേണം? ഒരു 2-2.5 മണിക്കൂർ വേണം. അത്രയും കൂടെ ഉണ്ടല്ലേ. പിന്നല്ലാതെ ഇവിടെ നമ്മൾ ഫ്ലൈറ്റിനൊന്നും അല്ല പോന്നെ, ജീപ്പനല്ലേ. അപ്പോൾ അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും എത്തത്തില്ല എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. പിന്നീട് നിധിയോട് പറഞ്ഞൊരു കാര്യം ചെയ്യുക, സമാധാനമായിട്ട് എവിടെ ഇരിക്കുക. വേറൊന്നിനെക്കുറിച്ച് ആലോചിച്ചാൽ ഇപ്പം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ലോകത്ത് ആദ്യമായിട്ട് നടക്കുന്ന കാര്യമൊന്നും അല്ല ഈ പെങ്കൊച്ചുങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നെ. അതിപ്പോൾ ആരുടെയും കൂടി ഒളിച്ചോടിയതൊന്നും അല്ലല്ലോ. പിന്നെ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണേ? അല്ല അത് പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയത്തില്ലല്ലോ. അതൊക്കെ അവരോട് സാവകാശം പറഞ്ഞ് അവരെ മനസ്സിലാക്കിയാൽ മതി. തൽക്കാലത്തേക്ക് ഇപ്പം ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് നിധിയെ സമാധാനിപ്പിച്ചു. ഇതേ സമയം നിധിയെ അന്വേഷിച്ച് അരുണും രാജീവും സൂര്യയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കിൽ അവർ നോക്കുന്നുണ്ട് വഴിയിൽ എവിടെയാലും ഇനിയിപ്പം നിധി നിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. അപ്പോഴേക്കും സൂര്യ പറഞ്ഞു, അങ്കിളെ നാളെ എൻ്റെ വിവാഹം നിശ്ചയം വരുന്നു, അറിയാലോ. എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കെടും. എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ, എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ, എൻ്റെ അമ്മയോടൊക്കെ ഞാൻ എന്ത് മറുപടി പറയും? എനിക്കറിയത്തില്ല. അതിനു മുമ്പ് അവളെ കണ്ടെത്തിയാൽ മതിയാവുള്ളൂ. അവനുമായിട്ടല്ലേ പോയിരിക്കുന്നേ. അപ്പം അവനെ പോലുള്ള ഒരുത്തിൻ്റെ കൂടെ ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണോ അവൾ ഈ വിവാഹം തന്നെ വേണ്ടെന്ന് പറഞ്ഞേ? അപ്പോഴേക്കും രാജു പറഞ്ഞതേ അനാവശ്യം പറയരുത്. എൻ്റെ മോൾക്ക് അവനുമായിട്ട് യാതൊരു ബന്ധവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അവൾക്ക് ഈ വിവാഹത്തിന് സമ്മതമായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു അവൾ ചിലപ്പോൾ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടായിരിക്കുക. അവൾ വല്ല ഫ്രണ്ട്സിൻ്റെ അടുത്ത് കാണും.
അല്ലാതെ വേറെ ആരുടെയും കൂടെ ഒളിച്ചോടാനൊന്നും അവളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയാം. അത് അങ്കിളിന് അങ്ങോട്ട് പറഞ്ഞാൽ മതി. പക്ഷെ എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് കേട്ടുകഴിഞ്ഞപ്പം അരുൺ പറഞ്ഞു, സൂര്യ പ്ലീസ്, ഞങ്ങൾ നല്ല ടെൻഷനിലാണ്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇത്. പിന്നെ ഇതിനെക്കുറിച്ച് ഇനിയിപ്പോൾ സംസാരം വേണ്ട. നമ്മൾ എന്താണെന്ന് നോക്കാൻ പോകുന്നുണ്ടല്ലോ. അവൾ എവിടെയെങ്കിലും കാണുമായിരിക്കും. ഉറപ്പായിട്ടും അവളെ കണ്ടുകിട്ടുക തന്നെ ചെയ്യും. അല്ലാതെ അവൾ ഒളിച്ചോടുന്ന ഒരു സ്വഭാവമുള്ള പെൺകുട്ടിയൊന്നും അല്ലെന്ന് പറയണം. ആര് കണ്ടു ഒളിച്ചോടുന്ന സ്വഭാവമുള്ള പെൺകുട്ടിയല്ലെന്ന്? ഇതൊക്കെ നമ്മൾ കണ്ടും കേട്ടും വരുന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയാണ് സൂര്യ. അപ്പോഴേക്കും രാജുവിന് ദേഷ്യം വന്നു. കാര്യമൊക്കെ കാര്യം, സൂര്യ അവളെ കല്യാണം കഴിക്കായിരുന്നാണ്. പക്ഷെ എന്ന് പറഞ്ഞാലും അവൾ എൻ്റെ മോളാണ്. അവൾ ചീത്തയായിട്ടുള്ള ഒരു വഴിക്കും ഇന്നു വരെ പോയിട്ടില്ല, ഇനി പോകാനും പോകുന്നില്ല. അതെനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ട്. പറഞ്ഞത് കേട്ടല്ലോ എന്ന് അവസാനം താക്കിയതെന്ന് സൂര്യയോട് പറയാം. സൂര്യ പിന്നെ കൂടുതലായിട്ടൊന്നും മിണ്ടിയില്ല. ആ സമയം രാജീവിൻ്റെയൊക്കെ നെഞ്ച് പഠിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കണ്ടു കിട്ടിയാൽ മതിയായിരുന്നു. ഈ രാത്രി കൂടെ കഴിഞ്ഞാൽ നാളെ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. വിളിച്ചവരുടെ മുന്നിൽ, ക്ഷണിക്കപ്പെട്ടവരുടെ മുന്നിൽ അപമാനിതനായ തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. അവൾ എവിടെ പോയാണെങ്കിലും അവളെ കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് അവരങ്ങനെ പോകുന്നത്. ഈ സമയം സുധീഷ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. നിധിയാണെങ്കിലോ സൈഡിലിരുന്ന് പതുക്കെ ഉറക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിധിയുടെ കണ്ണ് കാരണം നല്ല ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ശരിക്കും ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോഴേക്ക് സുധീഷ് എന്ത് ചെയ്തു, ഒരു പാട്ട് വെച്ചു. ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് നിധി കണ്ണു തുറന്നു ചാടി എഴുന്നേറ്റ് നോക്കുവാണ്. നോക്കിയപ്പോഴത്തേനും പാട്ട് വെച്ചിരിക്കുന്നു. ഇതെന്താ ഈ പാട്ടൊക്കെ ഇപ്പോൾ വെക്കുന്നത്? റൊമാൻറ്റിക് സോങ്ങാണ് വെച്ചിരിക്കുന്നത്. അതിനിപ്പോൾ എന്താ, നല്ല പാട്ടല്ലേ? മനുഷ്യനാണ് ആകെപ്പാട് ഇവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത്. അപ്പം നിധി കിടന്ന് ഉറങ്ങുമായിരുന്നല്ലോ. അത് പിന്നെ ഞാൻ കണ്ണടച്ചിരുന്നുള്ളൂ, ഉറങ്ങിയതൊന്നും അല്ലെന്ന് പറയണം. ആയിക്കോട്ടെ, ദൈവത്തെ ഓർത്ത് ഈ പാട്ടൊന്ന് നിർത്തുമോ? മനുഷ്യൻ ഇച്ചിരി മനസ്സമാധാനം വേണ്ടേന്ന് പറഞ്ഞു. സുധീഷ് പിന്നെ ഒന്നും മിണ്ടിയില്ല, പാട്ടങ്ങോട്ട് ഓഫ് ചെയ്തു. ഈ സമയത്ത് ടെൻഷൻ അടിച്ചാണ് അരുൺ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രാജീവ് പറഞ്ഞു, അല്ല എടാ ഒരു കാര്യം ചെയ്യുക, ചിലപ്പോൾ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ ചിലപ്പോൾ പതിഞ്ഞു കാണുമായിരിക്കും. അല്ല CCTV ഓഫ് അല്ലായിരുന്നോ അച്ഛാ? പിന്നെ എങ്ങനെയാ? അല്ല, അതിനു മുമ്പ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ CCTV ഓൺ ആയിരുന്നല്ലോ. അതിന് കുറച്ച് സമയം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ CCTVക്കകത്ത് ഉണ്ടായിരിക്കും. ഒരു കാര്യം ചെയ്യുക, നിന്റെ ഫോണുമായിട്ട് കണക്റ്റില്ലേ, ആ ഫോൺ ഇങ്ങോട്ടൊന്ന് ഓണാക്കി തരാൻ പറയണം. അങ്ങനെ ഫോൺ ഓണാക്കി കൊടുത്തു. അതിനകത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും നിള ബാഗ് പാക്ക് ചെയ്ത് അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ച കാണുവാണ്. അത് നേരെ കൊണ്ടേ കൊടുക്കുന്ന സുധീഷിൻ്റെ കയ്യിൽ. അത് കണ്ടു സൂര്യ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, കണ്ടില്ലേ ഇപ്പം എങ്ങനെയുണ്ട്? തെളിവ് സാധ്യത കിട്ടിയില്ലെന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് മോശമായിട്ട് രീതിയിൽ നിധിയെയും സുധീഷിനെയും വെച്ച് സംസാരിക്കണം. അപ്പോഴേക്കും ആരും പറഞ്ഞു, വേണ്ട, വെറുതെ എൻ്റെ ആ പെങ്ങളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഓഹോ, അപ്പം നിങ്ങളുടെ പെങ്ങൾ ചെയ്തെല്ലാം നല്ല കാര്യമല്ലേന്ന് ചോദിച്ചു. നല്ല കാര്യമായതുകൊണ്ടല്ല. രാജീവ് പറഞ്ഞു, ഒരിക്കലും നിധി അവനോടൊപ്പം ഇറങ്ങി പോകത്തില്ല. എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണേ. എന്തുറപ്പുണ്ട്? നമുക്ക് കാണാം, കാരണം രാത്രി പോകുന്ന ദൃശ്യമൊന്നുമില്ല. ബാഗ് അവൻ്റെ കൊണ്ട് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. പിന്നീട് രാജീവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യടാ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നിൻ്റെ കൂട്ടുകാരൻ്റെ വീടല്ലേ, ഒരു കാര്യം ചെയ്യാം, അവൻ ഒന്ന് വിളിച്ചു നോക്കിയിട്ട് അവൻ്റെ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ നിൻ്റെ ഫോണിലേക്ക് ഒന്ന് ഇട്ട് തരാൻ പറ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അരുൺ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവനൊക്കെ ആണെങ്കിലോ നിധിയെ കാണില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രാജുവിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ ഇപ്പം തന്നെ പോയിട്ട് അതൊക്കെ എടുത്ത് തരാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് നിധിയോ സുധീഷോ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം സുധീഷിന് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, ഇറങ്ങി പുറപ്പെട്ടല്ലേ, ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇവിടെയും കൊണ്ട് മുന്നോട്ട് പോയാലേ മതിയുള്ളൂ. അങ്ങനെ അവർ യാത്ര തുടങ്ങുവാണ്. കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കൂട്ടുകാരൻ ആ CCTV ദൃശ്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതിനകത്ത് ആ കാഴ്ചകൾ കാണുന്നത് സുധീഷിൻ്റെ ഒപ്പം ഇറങ്ങി പോകുന്ന ഒരു കാഴ്ച. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സൂര്യ കിടന്ന് ആക്രോശിക്കുകയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇവനെ പോലുള്ള ഒരുത്തൻ്റെ കൂടെ ആയിരിക്കും പോയിട്ടുണ്ടായിരിക്കുക, ഇപ്പം എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് രാജീവനോടും അരുണിനോടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു സങ്കടമാണോ ദേഷ്യമാണോ അപമാനമാണോ ഒന്നും പുറത്തു പറയാൻ പറ്റാത്തൊരവസ്ഥ. ഒരു ഡ്രൈവറോട് ഒപ്പം ഒളിച്ചോടുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമുള്ള കാര്യമല്ല. ആൾക്കാരിറങ്ങാൽ അതിൽപ്പോൾ ഒരു നാണക്കേട് വേറെയില്ല. പക്ഷെ എന്നാലും രാജീവിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അവനെ അധികം പരിചയവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അവനോടൊപ്പം എങ്ങനെ ഒളിച്ചോടി എന്നൊരു ചിന്ത മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാവേ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.